ഇഷ്ടം മാത്രം സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഷിത മഹേഷിനോട് പറയുകയാണ്, ആദ്യം ഓർത്ത് മഹേഷിന് എന്നും അഭിമാനിക്കാം. അവൻ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ മുതിർന്ന ഒരു മകൻ പെരുമാറുന്നത് പോലെ തോന്നും. പിന്നെ ഡാഡിയുടെ ഒരു പരുക്കൻ സ്വഭാവം മോനും കിട്ടിയിട്ടുണ്ട് എന്ന്. ലയ എത്ര നിർബന്ധിച്ചിട്ടും മാധവ് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. മാധവ് ലയയോട് പറഞ്ഞു, നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമുണ്ടാകുമെന്ന്? ഇവർക്ക് ഒരു സമയപരിധിയുണ്ട്, അത് കഴിഞ്ഞാൽ പോകാൻ പറയും. പിന്നീട് എങ്ങനെ കഴിയണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇത് കേട്ട് ലയ ചോദിക്കുകയാണ്, മാധവ് കരുതുന്നുണ്ടോ സഹി കേട്ട് ഞാൻ ഡിവോഴ്സ് വാങ്ങി പോകുമെന്ന്? പക്ഷേ ഈ ജന്മത്തിൽ എനിക്കതിന് കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഒരു പുരുഷനേ ഉള്ളൂ, അത് മാധവ് മാത്രമാണ്. എന്റെ മനസ്സിൽ നിന്ന് മാധവ് പോകണമെങ്കിൽ എന്റെ ഹൃദയം നിലയ്ക്കണം എന്ന് പറഞ്ഞ് ലയ കരയുകയാണ്. ലയ കരയുന്നത് സഹിക്കാൻ പറ്റാതെ മാധവ് ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ഇഷിത തനിച്ചാണ് വീട്ടിൽ എന്നറിഞ്ഞ് കൂട്ടിരിക്കാൻ വന്നിരിക്കുകയാണ് മനു വർമ്മ. ഇന്നത്തെ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ നിങ്ങളുടെ പണ്ടത്തെ പിണക്കങ്ങൾ ഞാൻ ഓർത്തു പോകാറുണ്ട്, മനു വർമ്മ ഇഷിതയോട് പറഞ്ഞു. ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ പോയതാ അന്നത്തെ പിണക്കങ്ങൾക്ക് കാരണം, ഇഷിത പറഞ്ഞു. രാമനാഥൻ നിന്നെപ്പറ്റി പറയുന്ന കേൾക്കുമ്പോൾ അച്ഛന് തോന്നുന്ന അഭിമാനം എത്ര വലുതാണെന്നറിയോ? സ്വപ്നത്തിന് പോലും മോളിപ്പോ പ്രിയപ്പെട്ടതാ, മനു വർമ്മ പറഞ്ഞു. മഞ്ജിമ ഒറ്റയ്ക്ക് ഒരു ഐസ്ക്രീം പാർലറിൽ എത്തിയിരിക്കുകയാണ്. മഞ്ജിമ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ ഒരു തരികിട ഒപ്പിക്കുകയാണ്. അയാളുടെ ഫോൺ ടേബിളിന് കീഴിൽ വെച്ചിട്ട് ഫോൺ കാണുന്നില്ല, ഒന്ന് അതിലേക്ക് വിളിക്കുമോ എന്ന് മഞ്ജിമയോട് ആവശ്യപ്പെടുകയാണ്. മഞ്ജിമയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി അയാൾ അയാളുടെ ഫോണിലേക്ക് വിളിച്ചു. കാണാതെ പോയ ഫോൺ കിട്ടിയതായി അഭിനയിച്ച് അയാൾ മഞ്ജിമയുടെ നമ്പറും കയ്യിലാക്കി പോയി. സുമിതയുടെ അമ്മാവൻ സുധാകരൻ സുമിതയെ തിരക്കി ആകാശിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. സുമി ജോലി രാജിവെച്ച് ഗൾഫിലേക്ക് പോയെന്നും അവിടെ ഒരാളായിട്ട് സ്നേഹത്തിലാണെന്നും അയാളെ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ആകാശ് സുധാകരനോട് പറഞ്ഞു. സഹായം അന്വേഷിച്ചാണ് നിങ്ങൾ അവളെ കാണാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും വെറും കൈയോടെ പോകണ്ട എന്ന് പറഞ്ഞ് കുറച്ച് പൈസ സുധാകരന് ആകാശ് കൊടുക്കുകയാണ്. ആദിക്കുട്ടൻ ഇത് കണ്ടുകൊണ്ട് വരികയാണ്. ആദി കണ്ടു എന്ന് മനസ്സിലാക്കിയ ആകാശ് അടുത്ത കള്ളം പറയാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും ബൈ.